നമ്മൾ ആരെങ്കിലും ഒക്കെ പണ്ട് ചെറുപ്പത്തിൽ കമ്പിട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർ പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോവാം. അത്രേ ഉള്ളൂ. സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ പണ്ടൊരു കമ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി. മറ്റേ ഉറക്കക്കുറവ്, തലവേദന, ഷോൾഡർ പെയിൻ, ഇവിടെ എല്ലാം ഇങ്ങോട്ടും ഭയങ്കര ഒരു നംനെസ് വേദന, കയ്യിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു വേദന, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. പിന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറക്കത്തിൽ നന്നായിട്ട് ഞെട്ടുന്നു, അതായത് ഇങ്ങനെ തെറിക്കുന്നത് പോലുള്ള ഞെട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ഡോക്ടേഴ്സിനെ കണ്ടു. പക്ഷേ അവർക്ക് എന്നോട് സ്കാനിങ് അതൊക്കെ പറഞ്ഞു. പക്ഷേ ഓഫ് കോഴ്സ് നമുക്കതൊന്നും സമയമില്ലല്ലോ, ഞാൻ ചെയ്തില്ല. അതെല്ലാം ഞാൻ വളരെ ഡോക്ടറെ പോയി കണ്ടു. സോറി ബാക്ക്ഗ്രൗണ്ട്. ഡോക്ടറെ പോയി കണ്ടു. ഒരു പലരെ കണ്ടെങ്കിലും ഇത് റിലേറ്റഡ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരു ഡെന്റിസ്റ്റ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് കുറേ സിംറ്റംസ് ചോദിച്ചു. അതെല്ലാം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഇവിടുത്തെ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ നമ്മുടെ, അത് മിസ്പ്ലേസ്ഡ് ആയിപ്പോയി. പിന്നെ ഒരു ഇന്നർ ക്യാവിറ്റി സ്പേസ് തീരെ കുറഞ്ഞു പോയി. അപ്പോൾ അതെല്ലാം റിലേറ്റഡ് ആണ്. നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നേ. ഭാഗ്യവശാൽ അത് അറിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നമ്മൾ കമ്പിടുക എന്നുള്ളത് തന്നെയാണ് സൊല്യൂഷൻ. കടിച്ച പാമ്പിനെ കൊണ്ട് എടുക്കുന്ന ആ സംഭവം. അങ്ങനെ വീണ്ടും കമ്പിട്ടു. ഇപ്പോൾ ഒരു 3-4 മന്ത് കൊണ്ട് തന്നെ അതെല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് കുറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ഓക്കെ ആയി. മറ്റേ വേദനകളെല്ലാം മാറി, എല്ലാം ഓക്കെ ആയി. അപ്പം ഇൻ ബിറ്റ്വീൻ എൻ്റെ ഷേപ്പ് കാര്യങ്ങളെല്ലാം മാറുന്നുണ്ടായിരുന്നു. എനിക്ക് അതും ഇത് റിലേറ്റഡ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഷേപ്പ് പഴയതുപോലെ ആകുന്നു. അങ്ങനെ കുറേ പോസിറ്റീവ് ഔട്ട്കംസ് ആണ് ഉണ്ടായത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ പണ്ടൊരു കമ്പി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലത്തെ സിംറ്റംസ്, ഉറക്കക്കുറവ്, ഷോൾഡറിനോ എന്തെങ്കിലും നെക്ക് സ്റ്റിഫ്നെസ്സോ വേദനകളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ ഡെന്റിസ്റ്റിനെ കാണിച്ചാലും മതി. ഞാൻ കണ്ടത് ഓർത്തോഡോണ്ടിസ്റ്റാണ്. പക്ഷേ ഒന്ന് കാണിച്ച് നോക്കുക. ചിലപ്പോൾ ഇത് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കത് അത്യാവശ്യം അതൊന്ന് പരിഹരിക്കാൻ പറ്റുമല്ലോ. അപ്പം താങ്ക് യു.